ഉസ്താദന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദന്മാരെ ഒന്ന് മനസ്സ് തുറക്ക്. ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയാ. ഇത് നമ്മൾ വിശ്വസിക്കണ്ടേ? വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം ലൂത്ത് നബിയാന്ന് വിശ്വസിച്ചില്ലെങ്കിൽ ആള് കാഫിറാണ്. ചിന്തിക്കണങ്ങൾ പറയട്ടെ. വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ്, അല്ലേ? എന്നാ കേട്ടോ, മുഹമ്മദ് നബിനോട് സഹായം തേടി നൂഹ്. അതാ മൗലവിമാരെ എങ്ങനുണ്ട്? അതാ ഇത് നിങ്ങൾ അതാ അവിടെ ദൂരം നിന്ന് പിടിക്കണ മൗലവിമാര് ശ്രദ്ധിച്ചോളൂ, നന്നായി പിടിച്ചോളൂ എന്നാ പറയാനുള്ളത്. പിടിക്കണം, നിങ്ങൾ ദൂരെ നിൽക്കണ്ട, അടുത്ത് വന്ന് പിടിക്കണം എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത്. മാറി നിൽക്കണ്ട, കുറ്റിക്കാട്ടിൽ ഒളിഞ്ഞിരിക്കണ്ട, അടുത്ത് വന്നോളൂ, പിടിച്ചോളൂ. പറയട്ടെ, അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. വെച്ചുകൊടുക്ക്. സോറി, അദ്ദേഹം പറഞ്ഞ മാതിരി തന്നെ നോക്കിക്കള്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവർ താങ്ങിക്കൊണ്ട് നടക്കുന്ന മൗലവിമാരുടെ മഹാപാണ്ഡിത്യമാണ് നമ്മൾ ഈ കാണുന്നത്. കഴിഞ്ഞോ നിങ്ങള് സഹോദരന്മാരെ? ഇതാണ് ഇവരുടെ അവസ്ഥ. അപ്പൊ മതം മാറി എന്ന് പറഞ്ഞ് കുറെ താടി വെച്ച്, കുറെ തലീകെട്ട് കെട്ടി, കുറെ ആളുകളെ അവരെ കൊണ്ടിരുത്തി, വേണ്ട സാക്ഷാൽ ഇബ്ലീസിനെ തന്നെ കൊണ്ടുവന്ന് ഇരുത്തിയാലും വല്ലപ്പുഴയിലെ വിശ്വാസികൾ അതിൽ വഞ്ചിതരാവുകയില്ല. പഠിച്ചോളൂ നിങ്ങൾ. ഇതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. സഹോദരന്മാരെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ നടത്തിയ പ്രസംഗം, ആ പ്രഭാഷണത്തിന്റെ സീഡി കണ്ടു. അപ്പോ 10-ലധികം മൗലവിമാര്, പഴയതും പുതിയതുമായ മൗലവിമാർ ഇവിടെ വന്നു. ഞാൻ ആ പ്രസംഗം കണ്ടപ്പോ കരുതിയത്, പടച്ചോനെ, എന്നപ്പോ വല്ലപ്പുഴയിൽ നടന്ന സംവാദ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് സുബ്ഹാനല്ലാഹ്, ആ സംവാദത്തിന്റെ വ്യവസ്ഥ കണ്ട് മുജാഹിദായ മൗലവിമാരായിരിക്കും ആ വന്നത് എന്നാണ് ഞാൻ കരുതിയത്. അല്ല, അവർക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കണമല്ലോ എന്ന് വന്ന് നോക്കിയപ്പോ, ആ പ്രസംഗം ഇങ്ങനെ കേട്ടപ്പോ ഓരോരുത്തർ പറയാൻ തുടങ്ങി. ഓരോരുത്തർ മുജാഹിദായ കാലം. ഒരാൾ പറയാം, ഞാൻ 1963 മുജാഹിദായ ആളാണ്. ഉദ്ഘാടനം ചെയ്ത ആള് പറയാം, ഞാൻ 63 മുജാഹിദായത്. അതായത് എന്റെ വാപ്പ ജനിച്ചുകണോന്നാവോ എന്നൊക്കെ. നിങ്ങൾ നോക്കണം, ഇവരാണ് ഇപ്പൊ മതത്തിൽ പുതിയ ആളുകളായി കൊണ്ടു നടത്തിയ ആളുകൾ. നിങ്ങൾ ചിന്തിക്കണം. ആരാ? ഐദീദ് തങ്ങൾ. ഇയാള് നോട്ടീസ് കണ്ടപ്പോ അബൂബക്കർ മൗലവി പറഞ്ഞു, പടച്ചോനെ, ഞാൻ 30 കൊല്ലായി വന്നിട്ട് അതിന്റെ മുമ്പുള്ള ആളാണല്ലോ അയാള്. എങ്ങനെയുണ്ട്? നിങ്ങൾ ചിന്തിക്കണം. മുജാഹിദുകളുടെ ഓരോ തട്ടിപ്പുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ കരുതിയത് വല്ലപ്പുഴയുടെ നമ്മുടെ സംവാദ വ്യവസ്ഥ കഴിഞ്ഞപ്പോഴേക്ക് പടച്ചോനെ അവിടെയുള്ള ആൾക്കാരെല്ലാരും കൂടി മുജാഹിദായി, ഇനിയിപ്പോ എന്താ കാട്ടുക എന്ന് കരുതി ബേജാറില വന്നത്. പ്രസംഗം കേട്ടു നോക്കിയപ്പോഴാ കള്ളി തിരിഞ്ഞത്. ഇത് എന്നോ പോയ മുജാഹിദുകൾ ഓരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വേദികളില്ലാതെ സദസ്സുകളില്ലാതെ പ്രസംഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സാധുക്കള്. അവരെ പിടിച്ചു കൊണ്ടുവന്നതാണ്. അതിലൊന്നും വല്ലപ്പുഴയിലെയും പരിസരത്തിലുമുള്ള സുന്നികൾ വഞ്ചിതരാവുകയില്ല എന്ന കാര്യം ഈ രാജ്യത്തെ മുജാഹിദുകൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ, അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരാൾ ലബ്ബ മൗലവി പറയാ, ഞാൻ 10 കൊല്ലമായി മുജാഹിദിലേക്ക് വന്നിട്ട്, ഈയിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നയാൾ എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തത്. അയാൾ പ്രസംഗത്തിൽ പറയുന്നതോ, ഞാൻ 10 വർഷമായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നിട്ട്. എങ്ങനെയുണ്ട്? എല്ലാവരും അങ്ങനെയാണ്. വർഷങ്ങൾ 5 വർഷവും 10 വർഷവും 12 വർഷവും അതുപോലെ 20 വർഷമൊക്കെ കഴിഞ്ഞ ആളുകൾ, 30-35 വർഷം മുമ്പ് മുജാഹിദായ ആളുകൾ, അവരാ ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്, നിങ്ങളും മുജാഹിദിക്ക് പോകാണോ എന്ന് ചോദിക്കാനുള്ള കാരണം അതാ. മനസ്സിലായോ നിങ്ങൾ? ഈ ജാതി വിഡ്ഢിത്തം വിളമ്പരുത് സഹോദരന്മാരെ. ഞാൻ ചുരുക്കി പറയുന്നു, വല്ലപ്പുഴ ഇവിടെ ഇപ്പൊ കേരളത്തിൽ നിങ്ങൾക്കറിയാമോ, വല്ലപ്പുഴയുമായി ബന്ധപ്പെട്ട വലിയ ഒരു ബഹളങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു മൗലവി പറഞ്ഞു, വല്ലപ്പുഴ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വിവാദമായി പല ഭാഗത്തും വല്ലപ്പുഴയിൽ സുന്നികൾ എന്തു ചെയ്തു, അവിടെ മൗലിദൊന്നും അംഗീകരിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ബഹളം വെക്കുകയാണ്. സംഭവിച്ചത് എന്താണ് എന്ന് പലർക്കും അറിയില്ല. എത്രത്തോളം അറിയും? ഒരു മൗലവി പറഞ്ഞു, ആ ക്ലിപ്പ് അതിലുണ്ട്. വല്ലപ്പുഴ എന്ന് പറഞ്ഞാൽ നിലമ്പൂരിനടുത്ത വല്ലപ്പുഴയിൽ ഒരു സംവാദ വ്യവസ്ഥ കഴിഞ്ഞുകൊണ്ടാണ് നമ്മുടെ മൗലവിമാര് വരുന്നത്.
2 ദിവസം ഇന്നലെ നിലമ്പൂര് വല്ലപ്പുഴയിൽ വെച്ച് ഒരു വാദപ്രതിവാദം എഴുതിയിട്ടാണ്, വാദപ്രതിവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കാൻ വരെ പോയിട്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ കടന്നു വന്നിട്ടുള്ളത്. നിലമ്പൂരിനടുത്ത വല്ലപ്പുഴ, ഈ വല്ലപ്പുഴ എവിടെയെന്ന് പോലും ഈ മൗലവിക്ക് അറിയില്ല. ഇവരാണ് എന്നിട്ട് വല്ലപ്പുഴ വ്യവസ്ഥ വിശദീകരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. ഞാൻ പറയുന്നത് വല്ലപ്പുഴയിലെ വ്യവസ്ഥയിൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം കാലങ്ങളായി കൊണ്ടു നടക്കുന്ന വളരെ ഒരു ദുഷിച്ച വിശ്വാസം, ആ വിശ്വാസം മുജാഹിദ് പ്രസ്ഥാനത്തെ കൊണ്ട് തിരുത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് വല്ലപ്പുഴ വാദപ്രതിവാദ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും വലിയ വിജയം എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വെറുതെ പറയുകയല്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചിരുന്ന ഒരു വിശ്വാസമുണ്ട്. എന്താണത്? മൗലിദ് പാരായണം ചെയ്യുക എന്ന ഈ കർമ്മം അത് ശിർക്കാകുന്നു, അത് കുഫറാകുന്നു എന്നായിരുന്നു മൗലവിമാർ ഇവിടെ വിശ്വസിച്ചിരുന്നത്. സഹോദരന്മാരെ, ഞാൻ വെറുതെ പറയുകയല്ല. മുജാഹിദ് മൗലവിമാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേതാവായിരുന്ന ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന കെ ഉമർ മൗലവി എഴുതിയ പുസ്തകമാണ്. എന്താണ് ഇതിന്റെ പേര്? ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിന്റെ 11ാമത്തെ പേജിൽ പറയുന്നത് എന്താ? കേട്ടോളൂ നിങ്ങൾ. മൗലൂദിന്റെ ഉള്ളടക്കത്തിലെ തെറ്റുകൾ വിവരിച്ച് പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിരിക്കും, ലേഖനങ്ങൾ എഴുതിയത് നിങ്ങൾ വായിച്ചിരിക്കും. അങ്ങനെ ഈ തരം തെറ്റുകളില്ലാത്ത മൗലൂദാണെങ്കിൽ തരക്കേടില്ല എന്ന് ഒരു പക്ഷേ ആളുകൾ ധരിച്ചേക്കും. അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താ പറഞ്ഞത്? മൗലിദിന്റെ ഉള്ളടക്കത്തിൽ കുഴപ്പമുണ്ട്, തെറ്റുണ്ട്, അതിൽ കുറെ ഖുറാഫാത്തുണ്ട്, ശിർക്കുണ്ട് എന്നൊക്കെ നമ്മുടെ പല മൗലവിമാരും പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കും. ഉമർ മൗലവി പറയാ. പക്ഷെ എനിക്ക് മൂപ്പർ പറയും സംഗതി അതൊന്നുമല്ല. പിന്നെയോ, പക്ഷേ ഉള്ളടക്കത്തിൽ യാതൊരു തെറ്റുമില്ലാത്ത മൗലൂദായാലും മേൽ പറഞ്ഞ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഉള്ളടക്കത്തിന് ശിർക്കില്ലാത്ത മൗലൂദ, എന്നാലും ഇത് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടൂല. അല്ലാഹു അല്ലാത്തവരുടെ പൊരുത്തവും അടുപ്പവും ആഗ്രഹിക്കുക എന്ന ശിർക്കിന്റെ അടിസ്ഥാനം എല്ലാ മൗലൂദിലുമുണ്ട്. നമ്മൾ റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുമ്പോ, മുഹയ്യിദ്ദീൻ ഷേഖിന്റെ മൗലിദ് ഓതുമ്പോ, മങ്കൂസ് മൗലിദ് ഓതുമ്പോ, ശറഫുൽ അനാ മൗലിദ് ഓതുമ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് മനസ്സിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. അവിടത്തോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിലുണ്ട്, പൊരുത്തമുണ്ട്, അല്ലേ? അവിടത്തോടുള്ള അനുകമ്പ നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് മൗലൂദ് ഓതുന്നത്. അതിനാൽ ഉമർ മൗലവി പറയുന്നത്, മുജാഹിദുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനാൽ മൗലൂദായ മൗലൂദൊക്കെയും ശിർക്കാകുന്നു. ഏത്? മൗലൂദായ മൗലൂദൊക്കെയും ശിർക്കാകുന്നു. ഉള്ളടക്കത്തിൽ ശിർക്ക് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഏത് മൗലൂദും ശിർക്കാകുന്നു. ഉമർ മൗലവി എഴുതിയിട്ടുള്ള പുസ്തകം ഉമർ മൗലവിയുടെ സ്വന്തം അഭിപ്രായമാണെന്ന് മറുപടി ഒറ്റയ്ക്കിരുന്ന് പറയണ്ട. ഈ പുസ്തകത്തിന്റെ അവസാന പേജിൽ ഇതിന് അംഗീകാരം കൊടുക്കുന്നത് ആരൊക്കെയാണ്? സ്ക്രീനിൽ നോക്കിക്കോളൂ. ഇത് മുഴുവനും ഞങ്ങൾ വായിച്ചു, കേട്ടു, വായിച്ചു, പൂർണ്ണമായി ഞങ്ങൾ അനുകൂലിക്കുന്നു. ഇത് വായിച്ചു ഗ്രഹിക്കുവാൻ എല്ലാവരോടും ഉപദേശിക്കുന്നു എന്ന് ആരൊക്കെ? PK മൂസ മൗലവി പുളിക്കൽ, മുജാഹിദിന്റെ അന്നത്തെ ജീവിച്ചിരിക്കുന്ന പരമാത്മാവായിരുന്നു. പിന്നെ രണ്ടാമത്തത് P സൈദു മൗലവി, പ്രസിഡന്റ് കേരള ജംഇയ്യത്തുൽ ഉലമ, അവരുടെ പണ്ഡിത സഭയുടെ അന്നത്തെ പ്രസിഡന്റ്. 3 KN ഇബ്രാഹിം മൗലവി, സെക്രട്ടറി KJU, അവരുടെ പണ്ഡിത സഭയുടെ സെക്രട്ടറി. 4 ഡോക്ടർ M ഉസ്മാൻ, പ്രസിഡന്റ് KNM. 5 KP മുഹമ്മദ് മൗലവി, സെക്രട്ടറി കേരള നദ്വത്തുൽ മുജാഹിദീൻ.